തെച്ചി ഇവിടങ്ങളിൽ അങ്ങനെയാണ് വിളിക്കുക. പല സ്ഥലത്തും ചെത്തി എന്നാണ് വിളിക്കുക. ഇത് മുളകാട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ ഇടയിൽ ദാദാ ഈ കാണുന്നത് വേറൊരു കമ്പാണ് തെച്ചിയുടെ. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ നോക്കുമ്പോൾ കമ്പ് നട്ട് ഇതിൻ്റെ ചെടി വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. മിക്കവാറും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തവണ കുറേ കാലം കമ്പിൻ്റെ ഒരു ഭാഗം വെള്ളത്തിൽ മുക്കി വെച്ച് ഇല മാത്രം പുറത്തേക്ക് ആക്കി വെച്ച് നോക്കി. വല്ല വേര് പിടിക്കുകയാണെങ്കിൽ, വേര് വളരുകയാണെങ്കിൽ സൗകര്യമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരെണ്ണത്തിൻ്റെ കട ചെരിച്ച് ചെത്തിയിട്ട് അങ്ങനെയാണെങ്കിൽ വേര് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ മണ്ണിൽ നട്ടാലാട്ടോ, വെള്ളത്തിൽ വെച്ചാലല്ലേ. കുറേ ചെടികളുണ്ടായിരുന്നു അങ്ങനെ, ക്രോട്ടണൊക്കെ. കുറേ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി എന്നല്ലാണ്ട് വേരൊന്നും വന്നില്ല. കുറച്ച് പൂപ്പലും കണ്ടു. അപ്പോൾ ആ പരിപാടി അവിടെ നിർത്തി. ഇതെടുത്തിട്ട് ചെടിച്ചട്ടിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇലകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിലും ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇലകളൊക്കെ ഈ മേലെയുള്ള ഇലകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. താഴെയുള്ള ഇലകൾ കൊഴിഞ്ഞു പോയെന്ന് മാത്രം. എന്തായാലും തളർത്ത് വരികയാണെങ്കിൽ ഇതൊരു വലിയ ചെടിച്ചട്ടിയാണ്. അത്യാവശ്യം വലുപ്പത്തിൽ കുറച്ച് വലുപ്പമുള്ള ചെത്തി കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തോട്ടത്തിൻ്റെ ഒത്ത നടുവിലാണ്. ഇപ്പോൾ അങ്ങനത്തെ ചെടി ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ മുളകും തക്കാളി നട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ചെറിയ കുഞ്ഞു തൈകളെ ഇടയിൽ കണ്ടിട്ടുണ്ടാവും. വലിയതൊക്കെ മുളകാണ്. പിന്നെ ഇടയ്ക്കൊരു ചുവന്ന ചീരയുണ്ട്. ഇത് മുമ്പ് സൂര്യകാന്തി നട്ടിരുന്നതാണ്. ഏകദേശം 6 ചെടികൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി. അതിൻ്റെ വാടിപ്പോയപ്പോൾ ആ ചെടിച്ചട്ടിയിൽ പിന്നെ നട്ടതാണ് ചീരയും മുളകും. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വീണ്ടും ഗാർഡൻ പ്ലാനിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഇത് വിജയിക്കുകയാണെങ്കിൽ വലിയ 23 ചെടിച്ചട്ടി ആയതുകൊണ്ട് നല്ല ഉഗ്രനൊരു ചെത്തി അഥവാ തെച്ചി പൂങ്കലകളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ.